ബ്രിട്ടീഷുകാരുടെ ചൂഷണപരമായ കൊളോണിയൽ നയങ്ങൾ കാരണം ഏതാണ്ട് 10 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് പട്ടിണി കിടന്നു മരിച്ചത്. അതെ, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദുരന്തങ്ങളിലൊന്നായ 1876-78 മഹാക്ഷാമത്തിന്റെ കഥയാണ്. മദ്രാസ്, ബോംബെ, ഹൈദരാബാദ്, പ്രത്യേകിച്ച് മൈസൂർ തുടങ്ങിയ പ്രദേശങ്ങളെ ഇത് ബാധിച്ചു. മരണവും പലായനവും അതിജീവനത്തിനായി പോരാടുന്ന ഒരു ജനതയെയുമാണ് ഈ കാലം അവശേഷിപ്പിച്ചത്. ആ ദശകത്തിൽ കാലവർഷം എങ്ങും കാണാനില്ലായിരുന്നു. മൈസൂരിൽ കൃഷികൾ നശിച്ചു, ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടു. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ആളുകൾക്ക് നാടുവിടേണ്ടി വന്നു. മറുവശത്താകട്ടെ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതിയും കാർഷിക നയങ്ങളും അത്രമേൽ ക്രൂരമായിരുന്നു. പല കർഷകർക്കും സ്വന്തം ജീവൻ തന്നെ വെടിയേണ്ടി വന്നു. ജനസംഖ്യയുടെ 1/5 ഭാഗവും ഈ പ്രതിസന്ധിയിൽ ഇല്ലാതായി. ഈ മഹാദുരന്തത്തിന്റെ നിഴലിലാണ് മഹാരാജ കൃഷ്ണരാജ വോഡയാർ നാലാമൻ നേതൃത്വത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഇതൊരു പ്രശ്നമായി മാത്രമല്ല, തന്റെ ഉത്തരവാദിത്വമായിട്ടാണ് കണ്ടത്. വെള്ളം നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ തന്റെ ജനതയുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 1909-10 കാലഘട്ടത്തിൽ എം വിശ്വേശ്വരയ്യയുടെ ദീർഘവീക്ഷണത്തോടെ കാവേരി നദിയിൽ ഒരു കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കുക എന്ന ധീരമായ ആശയം മുന്നോട്ട് വെച്ചു. അതൊരു വലിയ പദ്ധതിയായിരുന്നു. എന്നാൽ നടപ്പിലാക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ക്രൂരത വർദ്ധിച്ചുകൊണ്ടിരുന്നു. അമിത ചിലവും പ്രായോഗികമല്ലെന്നും പറഞ്ഞ് അവർ ഈ പദ്ധതിയെ എതിർത്തു. ഫണ്ട് പരിമിതമായിരുന്നു. എഞ്ചിനീയറിംഗ് വെല്ലുവിളികളാകട്ടെ വളരെ വലുതും. എന്നാൽ പിന്മാറാൻ മഹാരാജാവ് തയ്യാറായില്ല. 1911 നവംബറിൽ കണ്ണമ്പാടി ഗ്രാമത്തിൽ നിർമ്മാണം ആരംഭിച്ചു. 10,000-ലധികം തൊഴിലാളികൾ ഒത്തുചേർന്നു. കല്ലുകൾ കൊത്തി കൃത്യതയോടെ അണക്കെട്ട് പണിതു. തങ്ങളുടെ വരും തലമുറയുടെ ഭാവിക്കായി പ്രാദേശിക ഗ്രാമവാസികൾ വേതനം പോലും വാങ്ങാതെ അധ്വാനിച്ചു. ഫണ്ട് കുറഞ്ഞപ്പോൾ മഹാരാജാവും അദ്ദേഹത്തിന്റെ അമ്മയും തങ്ങളുടെ വ്യക്തിപരമായ ആഭരണങ്ങൾ പോലും വിറ്റു. ഈ യാത്ര ത്യാഗങ്ങളുടേതായിരുന്നു. 1930 കണ്ണമ്പാടി ഗ്രാമം വെള്ളത്തിനടിയിലായി. 5000-ലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ചരിത്ര പ്രസിദ്ധമായ വേണുഗോപാലസ്വാമി ക്ഷേത്രം പോലും വെള്ളത്തിനടിയിലായി. എന്നിരുന്നാലും ഹോസ കണ്ണമ്പാടി എന്ന പുതിയ പ്രദേശം സ്ഥാപിച്ച് ആളുകളെ പുനരധിവസിപ്പിക്കുന്നത് മഹാരാജാവ് ഉറപ്പാക്കി. ഏകദേശം 2 പതിറ്റാണ്ടോളം നീണ്ട അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ 1931 കൃഷ്ണരാജസാഗർ അണക്കെട്ട് പൂർത്തിയായി. 130 അടി ഉയരമുള്ള ഈ അണക്കെട്ടിന് ഏകദേശം 1.36 ബില്യൺ ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കാനുള്ള ശേഷിയുണ്ട്. ഇന്ന് ബംഗളൂരു, മൈസൂരു, മാണ്ഡ്യ തുടങ്ങിയ നഗരങ്ങളിലേക്ക് പ്രതിവർഷം 30 TMC-ലധികം ജലം ഇത് നൽകുന്നു. ഇത് വിശാലമായ കൃഷിഭൂമികളിൽ ജലസേചനം നടത്തുകയും 1-ലധികം ജലവൈദ്യുത യൂണിറ്റുകൾ വഴി ഏകദേശം 36 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതൊരിക്കലും വെറുമൊരണക്കെട്ട് മാത്രമായിരുന്നില്ല. ഇതൊരു ദീർഘവീക്ഷണമായിരുന്നു. ധീരതയുടെയും ത്യാഗത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മുകളിൽ പടുത്തുയർത്തിയ വരണ്ട ഒരു ഭൂമിയെ ഐശ്വര്യത്തിന്റെ ജീവനാഡിയാക്കി മാറ്റിയ ചരിത്രം.